പരിഗണിക്കപ്പെടുക, കേൾക്കപ്പെടുക, കരുതപ്പെടുക, സ്നേഹിക്കപ്പെടുക, അംഗീകരിക്കപ്പെടുക. ഏതൊരു മനുഷ്യനും എപ്പോഴും ആഗ്രഹിക്കുന്നവയാണ് ഇവയൊക്കെ. ഇതെല്ലാം ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും, കൂട്ടായ്മകളിൽ നിന്നും, സമൂഹത്തിൽ നിന്നുമൊക്കെ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. വിശുദ്ധ ബൈബിളിൽ സമൂഹം വിലക്കിയിട്ടും വാപൂട്ടി മിണ്ടാതിരുന്നോണമെന്ന് വിധി കൽപ്പിച്ചപ്പോഴും എല്ലാ പ്രതിബന്ധങ്ങളെയും തട്ടിമാറ്റി യേശുവിൻ്റെ അരികിൽ ഓടിയെത്തിയ, യേശു കേൾക്കാൻ തയ്യാറായ ഒരു അന്ധയാചകനെക്കുറിച്ച് വിശുദ്ധ മർക്കോസ് സുവിശേഷകൻ തൻ്റെ 10-ാം അധ്യായത്തിൽ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ഇവിടെ സുവിശേഷകൻ അന്ധനായ യാചകനെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് അയാളുടെ പിതാവിൻ്റെ പേരിലാണ്. തിമിയോസിൻ്റെ പുത്രനായ ബർത്തിമിയോസ്. കൃത്യമായ മേൽവിലാസം ഉള്ളവനാണ് അവനെന്ന് വ്യക്തമാക്കാനായിരിക്കാം സുവിശേഷകൻ അവൻ്റെ പിതാവിൻ്റെ പേര് കൂടി ചേർത്ത് ഇതിൽ എഴുതപ്പെട്ടിരിക്കുന്നത്. യേശുവും ശിഷ്യന്മാരും എവിടെയായിരുന്നാലും വലിയ ജനക്കൂട്ടവും ഭക്തജന തിരക്കുമൊക്കെ ഉണ്ടായിരുന്നു. ജെറിക്കോ എന്ന ഗ്രാമത്തിൽ നിന്നും യേശുവും ശിഷ്യന്മാരും പുറപ്പെട്ടു പോരുന്ന വഴിയിലാണ് ഇവിടെ മർക്കോസ് സുവിശേഷകൻ പറഞ്ഞിരിക്കുന്ന അന്ധനായ യാചകൻ ഭിക്ഷ യാചിച്ചു കൊണ്ടിരുന്നത്. യേശുവും ശിഷ്യന്മാരും കടന്നു പോകുമ്പോൾ അവരുടെ കൂടെ വലിയ ഒരു ജനക്കൂട്ടമുണ്ടായിരുന്നു. യേശു അവരെ പഠിപ്പിച്ചും കൊണ്ടാണ് നടന്നിരുന്നത്. ജനക്കൂട്ടമാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ വർത്തമാനം പറച്ചിലും ബഹളവുമൊക്കെ വെച്ചുകൊണ്ടാണ് അവരുടെ കൂടെ നടന്നിരുന്നത്. അങ്ങനെയാണ് അന്ധനായ ആ മനുഷ്യന് മനസ്സിലായത് തൻ്റെ മുമ്പിൽ എന്തോ ബഹളം നടക്കുന്നുണ്ട് എന്നത്. അവൻ ആരോടൊന്നില്ലാതെ ചോദിക്കുകയുണ്ടായി, എന്താണ് ഇവിടെ നടക്കുന്നത്, എന്താണ് ഇത്രയും ബഹളം കേൾക്കുന്നത് എന്നൊക്കെ. ജനക്കൂട്ടത്തിൽ ചിലർ അവനോട് പറഞ്ഞു, നസ്രായനായ യേശു ഇതുവഴി കടന്നു പോകുന്നുണ്ട്. അവനോടൊപ്പം അവൻ്റെ ശിഷ്യന്മാരും ഒരു വലിയ ജനക്കൂട്ടവുമുണ്ട്. അതാണ് ഇവിടെ ഇത്രയും ബഹളം കേൾക്കുന്നത്. യേശുവാണ് പോകുന്നതെന്നറിഞ്ഞപ്പോൾ അന്ധനായ ആ മനുഷ്യൻ ഉച്ചത്തിൽ നിലവിളിച്ച് പറഞ്ഞു, ദാവീദിൻ്റെ പുത്ര യേശുവേ, എന്നിൽ കനിയണമേ. പക്ഷേ ജനക്കൂട്ടത്തിൽ പലരും, ശിഷ്യന്മാരുൾപ്പെടെ, അവനെ ശകാരിച്ചു പറഞ്ഞു, നീ മിണ്ടാതെ അവിടെ ഇരിക്കുക, നിശബ്ദനായിരിക്കുക. അവനെ നിശബ്ദനാക്കാൻ പലരും ശ്രമിച്ചു. പക്ഷേ അവൻ കൂടുതൽ ഉച്ചത്തിൽ നിലവിളിച്ച് പറഞ്ഞു, യേശുവേ, ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ എന്ന്. ഈ നിലവിളി കേട്ട് യേശു അവിടെ നിന്നു. എന്നിട്ട് പറഞ്ഞു, അവനെ വിളിക്കുക. തന്നിൽ വിശ്വസിക്കുന്നവൻ്റെ നിലവിളിയുടെ മുന്നിൽ നിന്ന് നിലവിളി കേൾക്കാതെ കടന്നു പോകുന്നവനല്ല യേശുവെന്ന് ഒരിക്കൽ കൂടി അവിടുന്ന് നമുക്ക് കാണിച്ചു തരികയായിരുന്നു. ജനക്കൂട്ടത്തിൽ ചിലർ അന്ധനായ ആ മനുഷ്യൻ്റെ അടുത്തു ചെന്ന് പറഞ്ഞു, നീ ധൈര്യമായിരിക്കുക, യേശു നിന്നെ വിളിക്കുന്നു, നീ എഴുന്നേൽക്കുക. അവൻ എഴുന്നേറ്റ് തൻ്റെ പുറംകുപ്പായം വലിച്ചെറിഞ്ഞ് യേശുവിൻ്റെ ശബ്ദം കേട്ട ഇടത്തേക്ക് കുതിച്ചു ചാടി യേശുവിൻ്റെ അടുത്തെത്തി. അപ്പോൾ യേശു അവനോട് ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അന്ധനായ മനുഷ്യൻ അവിടുത്തോട് പറഞ്ഞു, ഗുരു, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. യേശു പറഞ്ഞു, നീ പൊയ്ക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. തൽക്ഷണം അവന് കാഴ്ച കിട്ടി. അവനും യേശുവിനെ അനുഗമിച്ചു. ഇവിടെ ഒരു കാര്യം വളരെ വ്യക്തമാണ്. അന്ധനായ ആ മനുഷ്യന് നേരത്തെ കാഴ്ചയുള്ളവനായിരുന്നു. അവൻ്റെ കാഴ്ച ഇടയ്ക്കെപ്പോഴോ നഷ്ടപ്പെട്ടു പോയതാണ്. അതുകൊണ്ടാണ് അവൻ യേശുവിനോട് പറഞ്ഞത്, ഗുരു, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. അവൻ യേശുവിനെ പറ്റി കേട്ടിട്ടുണ്ടായിരുന്നിരിക്കണം. അവൻ മാത്രമാണ്, യേശു മാത്രമാണ് അവൻ്റെ ഈ അന്ധതയുടെ പരിഹാരം. അന്ധതയിൽ നിന്ന് ഒരു പ്രകാശത്തിലേക്ക്
അവനെ കൊണ്ടുവരുവാൻ, അവന് വീണ്ടും കാഴ്ച ലഭിക്കുവാൻ യേശു മാത്രമാണ് പരിഹാരമെന്ന വിശ്വാസം കൂടി അവനുണ്ടായിരുന്നു. അവൻ്റെ വിശ്വാസം അത്രമേൽ വലുതായിരുന്നിരിക്കണം. അതുകൊണ്ടാണ് അവൻ കൃത്യമായി യേശുവാണ് കടന്നു പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ ഉറക്ക നിലവിളിച്ചു പറഞ്ഞത്, ദാവീദിൻ്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ എന്ന്. ശബ്ദമുഖരിതമായ ആ അന്തരീക്ഷത്തിൽ അവൻ മാത്രം നിശബ്ദനായിരിക്കാൻ ശിഷ്യന്മാരും മറ്റും ആവശ്യപ്പെട്ടതിന് കാരണം, കൂടുതൽ ആവശ്യമുള്ളവൻ്റെ ശബ്ദമായിരുന്നു അന്ധനായ ആ മനുഷ്യൻ്റേത്. അവൻ്റെ ആവശ്യത്തിൻ്റെ തോത് അനുസരിച്ച് അവൻ്റെ നിലവിളിക്ക് ശക്തി കൂടിയിട്ടുണ്ടാകാം. അത് ശിഷ്യന്മാർക്കും മറ്റുള്ളവർക്കും അത്ര കണ്ട് അങ്ങ് പിടിച്ചിട്ടുണ്ടാകില്ല. എന്നാൽ അന്ധന് ശിഷ്യന്മാരോ ജനക്കൂട്ടമോ ഒരു പ്രശ്നമേ ആയിരുന്നില്ല. ചുറ്റുമുള്ളവരോ സാഹചര്യമോ ഒന്നും അന്ധന് പ്രതിബന്ധമായിരുന്നില്ല. കാരണം അവൻ്റെ ലക്ഷ്യം യേശുവായിരുന്നു. അവൻ്റെ ആവശ്യം തീർത്തും ന്യായമായിരുന്നു. അവൻ്റെ വിശ്വാസം വലുതായിരുന്നു. പലപ്പോഴും ദൈവത്തിലേക്കെത്താൻ നമുക്ക് ചുറ്റുമുള്ള സാഹചര്യങ്ങളും വ്യക്തിജീവിതങ്ങളും തടസ്സമായേക്കാം. പക്ഷേ നമ്മുടെ മനസ്സിൻ്റെ അന്ധതയെ, നമ്മുടെ ആത്മീയ അന്ധതയെ ഇല്ലാതാക്കി പ്രകാശത്തിലേക്ക് നയിക്കുവാൻ യേശുവിന് മാത്രമേ കഴിയൂ എന്ന ബോധ്യം നമ്മുടെ ഉള്ളിൽ ജ്വലിച്ചാൽ പിന്നെ ആരൊക്കെ നമ്മളെ തടഞ്ഞാലും, ഏതു ജീവിത സാഹചര്യങ്ങൾ നമ്മളെ തടഞ്ഞാലും യേശുവിൻ്റെ അരികെ നമ്മളെത്തിയിരിക്കും. ഒരു കാര്യം മാത്രമേ അതിനാവശ്യമുള്ളൂ: നമ്മുടെ പുറംകുപ്പായം വലിച്ചെറിയുക. നമ്മൾ ഏതവസ്ഥയിലായിരുന്നോട്ടെ, നമുക്കും ചുറ്റുമുള്ള സാഹചര്യങ്ങൾ സകലതും എതിരായിക്കോട്ടെ, നമുക്ക് ചുറ്റുമുള്ളവർ, കൂടെ നിൽക്കുമെന്ന് കണ്ടവർ സകലരും എതിരായിക്കോട്ടെ, തള്ളിപ്പറഞ്ഞോട്ടെ, ബർത്തിമേയുസിൻ്റെ നിലവിളിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് നിനക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്തു തരണമെന്ന് ചോദിച്ചുകൊണ്ട് അവനെ കേൾക്കാൻ തയ്യാറായ ഈശോ എന്നെയും നിങ്ങളെയും കേൾക്കുവാൻ തയ്യാറായി നമ്മുടെ അരികത്ത് തന്നെയുണ്ട്. നമ്മുടെ സകല പുറംകുപ്പായങ്ങളും മുഖമൂടികളും അഴിച്ചു മാറ്റിക്കൊണ്ട് അവിടുത്തെ അരികിൽ നമുക്ക് ഒന്നിരിക്കാം. നമ്മുടെ അവസ്ഥയെ അവിടുത്തെ മുമ്പിൽ ഒന്ന് വിവരിക്കാം, സൗഖ്യം നേടാം. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ് എന്ന് പറഞ്ഞു തന്ന നിത്യജീവൻ്റെ പ്രകാശമായ ക്രിസ്തുവിനോടൊപ്പം സഞ്ചരിക്കാം. പെറ്റമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല എന്ന് പറഞ്ഞ ദൈവത്തോട് കൂടെ ചേർന്ന് നിൽക്കാം. സുവിശേഷം ജീവിക്കാം. നമുക്ക് ചുറ്റുമുള്ളവരോട് കരുണയോടെ വർത്തിക്കാം. ഈശോയുടെ സ്നേഹം മറ്റുള്ളവർക്ക് പങ്കുവച്ച് നൽകാം. ചുറ്റുമുള്ള വ്യക്തികളും സാഹചര്യങ്ങളും പ്രതിബന്ധം സൃഷ്ടിച്ചപ്പോഴും അന്ധൻ്റെ നിലവിളി കേട്ട് നിന്ന് അവനെ ഒന്ന് കേൾക്കാൻ തയ്യാറായ, അവൻ്റെ ആവശ്യം പരിഹരിച്ചു നൽകിയ ഈശോ നമ്മളിലൂടെ ജീവിക്കട്ടെ. മറ്റുള്ളവരെ ഒന്ന് കേൾക്കാൻ നമുക്ക് ശ്രമിക്കാം. യേശുവിൻ്റെ സ്നേഹം പങ്കുവയ്ക്കാം. ഒറ്റപ്പെട്ടവരെ, തഴയപ്പെട്ടവരെ ചേർത്ത് പിടിക്കാം. തൻ്റെ വിളിക്കപ്പുറം ഒരാളുണ്ട്. തന്നെ കേൾക്കാനായി ഒരാളുണ്ട്. തൻ്റെ ജീവിതം പൂർണ്ണമായി അറിയുന്ന ഒരാളുണ്ട്. മറകൂടാതെ, മുഖംമൂടി കൂടാതെ തൻ്റെ വ്യക്തിത്വത്തെ തിരിച്ചറിയുന്ന ഒരാളുണ്ട്. ഇങ്ങനെയുള്ള അനുഭവം ഓരോ വ്യക്തി ജീവിതത്തിലും ഒരു വലിയ ഭാഗ്യം തന്നെയാണ്. മനുഷ്യനെ ജീവിപ്പിക്കുന്നതും ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതും താൻ ഒറ്റയ്ക്കല്ല എന്ന തോന്നലാണ്. നമ്മുടെ ചെറിയ ഒരു വാക്കുപോലും ഒരാളെ ഇരുട്ടിൻ്റെ ആഴങ്ങളിൽ നിന്നും വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നേക്കാം. മറ്റുള്ളവരെ കേൾക്കാൻ തയ്യാറാകുക. ജീവിതം വഴിമിട്ട് നിൽക്കുന്ന പലരും ജീവിതത്തിലേക്ക് തിരിച്ചു വരും. അടുത്തുള്ളവരായാലും അകലെയുള്ളവരായാലും അവരെ ഒന്ന് കേൾക്കാൻ നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെയെങ്കിൽ പല ജീവിതങ്ങളും നമ്മുടെ കൂടെ തന്നെ കാണും. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഈശോ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.
കരുതുന്ന കർത്താവിൻ കരങ്ങളിന്നും കുറുകിപ്പോയിട്ടില്ലല്ലോ. കേൾക്കുന്ന കാതുകൾ ഇന്നുവരെയും മന്ദമായിട്ടില്ലല്ലോ. കരുതുന്ന കർത്താവിൻ കരങ്ങളിന്നും കുറുകിപ്പോയിട്ടില്ലല്ലോ. കേൾക്കുന്ന കാതുകൾ ഇന്നുവരെയും മന്ദമായിട്ടില്ലല്ലോ.